മുട്ട അതിലേക്ക് കുറച്ച് സബോള കേട്ടാ സബോള കുറച്ച് കടലമാവ് അടുത്തത് അതിൽ കുറച്ച് ഉപ്പ് പച്ചമുളക് നല്ലോണം ഇളക്കിയിട്ട് അടുപ്പ് കത്തിക്കാം. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഇതില് നമ്മ പണിയാരം ഉണ്ടാക്കില്ലേ, പണിയാരം ഉണ്ടാക്കുന്ന മാതിരി ഒഴിക്കുക. ഒക്കെ ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെയ്യുന്നതാണ്, ഇവിടെയൊന്നും ആരും ചെയ്യില്ല. നോക്കട്ടെ, ഇതും എങ്ങനെയാ പഠിച്ചത്? തമിഴ്നാട്ടിൽ നിന്ന് പഠിച്ചാൽ. ഞാൻ തമിഴ്നാട്ടിലല്ലേ 10-30 കൊല്ലം, അറിയില്ല എനിക്ക്. ചിപ്സ് കമ്പനി. അങ്ങനെ അവിടെ തമിഴ്ത്തികളൊക്കെ ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ് അവരുണ്ടാക്കുന്നത് കേട്ടാ. കുറേ ആയി ഞാൻ ഉണ്ടാക്കിയിട്ട്, 10 കൊല്ലം ആയില്ല ഇവിടെ വന്നിട്ട്. അപ്പൊ മറന്നോ എന്താന്ന് അറിയില്ല. അറിയുന്നമായി നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇനി മൂടി വെക്കാം അല്ലേ. ഒന്ന് ചെറുതായില്ലേ. ഇത് ചോറിന് മാത്രമല്ല, ചോറ് ചപ്പാത്തി എല്ലാത്തിനും ഉണ്ടാക്കി. ഓ ഒക്കത്തിനും കഴിക്കാം. 5 മിനിറ്റ് മൂടി വെക്കാം അല്ലേ. ഇനി ഇതിനെ മറിച്ചിടണം. മറിച്ചിട്ടാ ബുസ്ന്ന് വന്ന കണ്ട പനിയാരം അല്ല, പണിയാരം അങ്ങടാ. അങ്ങോട്ട് പോവാ. ഉഷാറായില്ലേ? ഓ ഉഷാറായി. ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് അറിയോ? മേൽഭാഗം വേവാൻ വേണ്ടി മുട്ട ആംപ്ലേറ്റ്, മുട്ടപ്പുളി അതൊക്കെ എത്ര തിന്നും? ചൂടുള്ള ചോറും ഇതും നല്ല ടേസ്റ്റ് ആയിരിക്കും. തെങ്കാശിയിൽ എത്ര കൊല്ലം ഇരുന്നു? അവിടെയൊക്കെ 10-40 കൊല്ലം ഇരുന്നു. ഞങ്ങൾ മറിച്ചിട്ടില്ലേ മുട്ടൻ്റെ പണിയാരം. ഓക്കെ, ഓ ഒക്കെ വന്നു. ഇനി നമ്മൾ കറി കൂട്ടുമല്ലോ. ഇപ്പം ആംപ്ലേറ്റിനെക്കാട്ടിയും ടേസ്റ്റാണിത്. എണ്ണ അധികം ഇല്ലല്ലോ. മുട്ട പഫ്ന്ന് വന്നില്ലേ, എടുത്തില്ലേ? അവിടെ പൊള്ളം പോലെ വന്നിരിക്കും. അടുത്തത് ചീൻചട്ടി വെച്ചാ കുറച്ച് എണ്ണ വീട്ടുക. എണ്ണ വീട്ടിയിട്ട് അതിന് വലിയ ജീരകത്തിന് തമിഴ്നാട്ടിൽ എന്താ പറയാ? ചോപ്പല്ല, സോമ്പിട്ട് അടുത്തത് ഇത് സവോള. പല്ലാരി എന്നാ പറയാ തമിഴില്. സവോളക്ക് എന്താ പറയാ? പല്ലാരി. അടുത്തത് സവോള ഇട്ട് അടുത്തത് തക്കാളി ഇട്ടാ. നല്ല വലിയ തക്കാളി. എത്രണ്ണം മതി? തക്കാളി ഒരെണ്ണം വലുത്. പച്ചമുളക് ഇട്ടാ ഒരെണ്ണം മതിയോ? ഓ, പച്ചമുളക് തക്കാളി സവോള ഒക്കെ കൂടി വഴറ്റുമ്പോൾ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് ഇട്ടാ. വെളുത്തുള്ളി ഇഞ്ചി. ഇനി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ശരിയായില്ലേ? ഇനി അതിൽ നല്ല വഴഞ്ഞ് വന്ന ശേഷം 2 കറുവേപ്പില, കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ധനിയത്തൂൾ പറഞ്ഞാൽ പെട്ടെന്ന് തമിഴ് വന്നാണ് കേട്ടോ, സോറി, മല്ലിപ്പൊടി. അടുത്ത അതിൽ 1 കപ്പ് വെള്ളം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് തിളച്ച് വന്ന് മതി. ചെറിയ കപ്പല്ലേ, 1 കപ്പും കുറച്ച്. കറിക്കുറുകി വന്നില്ലേ? ഇനി നമ്മുടെ പണിയാരത്തിനല്ല അതിൻ്റെ ഉള്ളിൽ ഇടാം. എല്ലാ പണിയാരും അതിൻ്റെ ഉള്ളിൽ പോയി നല്ല ഇതായില്ലേ? ഉടയില്ല. കൂട്ട ഉഷാറായില്ലേ? ഇനി ഇതിലേക്ക് നിറയെ മല്ലിയില വേണം, അപ്പോഴൊരു മണവും ഉണ്ടാവുള്ളൂ. നിറയെ മല്ലിയില, കുറച്ച് കുരുമുളക് പൊടി. ഉഷാറായില്ലേ? കാണുമ്പോഴേ അടിപൊളി ടേസ്റ്റ്. ഇതാണ് തമിഴ്നാട്ടിലെ ഞങ്ങൾ ഉണ്ടാക്കണ മുട്ടത്തൊക്ക്. ഇതിൻ്റെ പേരാണ്. എപ്പം നോക്കിയത് ഇപ്പോൾ ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കത്തിന് അടിപൊളിയായിരിക്കും. ഓക്കെ ആയില്ലേ? ഇതിൽ 2 പൊതിനയില. ഓക്കെ, നല്ല മണം വരുന്നു. ഓക്കെ.
എങ്ങനെയുണ്ട് മക്കൂട്ടെ? അടിപൊളി. മസാലയൊക്കെ മുട്ടൻ്റെ ഉള്ളിൽ പോയിട്ട് ഏതാണ്ടാ പീച്ചുമ്പളേ നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ കറണ്ട് ഉള്ളിൽ പോയി പിടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഒരു ടേസ്റ്റ് അങ്ങോട്ട് കൂടി.